അങ്ങനെ 10 മണിയോടെ മടക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതിനായി തന്നെ അവിടെ ഇന്നലെ നമ്മൾ ടൗൺ ഹാളിലൊക്കെ വളരെ വികാര നിർഭരമായ രംഗങ്ങളാണ്. എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷമാണ് ഒരാളുടെ ഒരു മരണത്തിലൊക്കെ മമ്മൂട്ടിയും മോഹൻലാലിലേക്ക് എല്ലാവരും വേഗം എത്തുന്നു. ഇങ്ങനെ കാണുന്നൊക്കെ തന്നെ. അതെ, രണ്ടിടങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ഇമോഷനാണ്. കാരണം ഒരുപാട് ഓർമ്മകൾ അവർക്കുള്ളിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടാവും. മുൻപ് അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് താലി വാങ്ങിക്കാൻ പണം ഇല്ലാഞ്ഞിട്ട് മമ്മൂട്ടി അടുത്ത് പൈസ ചോദിച്ച ഒരുപാട് കഥകളുണ്ടല്ലോ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ. അതൊക്കെ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എത്രയോ ആഴത്തിലുള്ള ബന്ധങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിധം കഴിയുമായിരുന്നെങ്കിൽ മമ്മൂട്ടി ഇന്നലെ മാധ്യമങ്ങളോട് ഒരു അനുസ്മരണ പ്രതികരണം നടത്തുമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, അതിന് മുതിർന്നില്ല. ഒരുപാട് ആ സമയം ഷൂട്ടിംഗ് സെറ്റിലെ അല്ലെങ്കിൽ സുഹൃത്ത് ജീവിതത്തിലെ ഒക്കെ ഒരുപാട് ഓർമ്മകൾ ആ സമയം ഇങ്ങനെ അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതഗന്ധിയായ കഥാപാത്രങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ അയൽപ്പക്കത്തുള്ള, നമ്മുടെ ചുറ്റിലുമുള്ള, നാട്ടിൻപുറത്തുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ, തട്ടാനും ബാർബറും പല തരത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ആളുകളല്ലേ. അതാണ് കാരണം സാധാരണഗതിയിൽ നമ്മളൊരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു നായക വേഷമൊക്കെ ചെയ്തിരുന്ന ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു താരപരിവേഷമാണ്. പക്ഷേ ശ്രീനിവാസൻ എന്ന വ്യക്തിക്ക് നമ്മളിൽ ഒരാളാണ്. കാരണം നമ്മളുടെ കുറേ തരത്തിലുള്ള അപകർഷതാബോധം, നമ്മളുടെ ദേഷ്യം, നമ്മളുടെ പലതരത്തിലുള്ള വികാരങ്ങളെ, പ്രത്യേകിച്ച് നമുക്കറിയാം 80s 90s, അതെ എല്ലാ വികാരങ്ങളും അത് അതുപോലെ തന്നെ നമ്മുടെ വെള്ളിത്തിരയിൽ പ്രതിഫലിപ്പിച്ച ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശിനെയൊക്കെ പറയും, എത്രല്ലേ ആ ക്യാരക്ടർ പോലും നമ്മൾ ഇപ്പോഴും ഓർത്ത് വെക്കുന്നു, ആ പേരൊക്കെ എന്നുള്ളതാണ്. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാകും എന്നുള്ളത്. സന്ദേശം സിനിമ എന്ന് എടുത്തു നോക്കൂ, 91 35 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിയാണ് ശ്രീനിവാസൻ വിടവാങ്ങുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ സംസാരിച്ചപ്പോൾ VD സതീശൻ പറയുന്നുണ്ട്, ഇന്നലെ അദ്ദേഹത്തിന്റെ ബൈറ്റിൽ അദ്ദേഹം പറയുന്നു, ഇന്നലെ ഞാൻ ഒരു CPM-നെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ, ഒരു പരിഹാസം ഉന്നയിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് കടമെടുത്തിരുന്നു, ഇന്നലെ വരെ എടുത്തിരുന്നു. അതെന്നുവെച്ചാൽ ആ 91 ശേഷം 35 വർഷം, ആ 35 വർഷത്തിനിടെ എത്ര തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, ആ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ഡയലോഗ് ഒരിക്കൽ തന്നെയെങ്കിലും മലയാളി ഒന്ന് ചർച്ച ചെയ്യാതെ ആവർത്തിക്കാതെ പോയിട്ടില്ല എന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വിട പറയാനുള്ള സമയമായി വരുന്നു അല്ലേ. 10 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തുടങ്ങുക. നമുക്ക് ഒരുപാട് പ്രമുഖരും ഇന്നും അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവിടെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. 10 മണി വരെ സമയമുണ്ട്. ഇന്നലെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് പ്രമുഖരുണ്ട്. ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിലും അല്ലാത്ത തിരക്കുകളിലും ഒക്കെ പെട്ടുപോയ ഒരുപാട് ആളുകൾ കണ്ടനാട്ടെ വീട്ടിലെത്തും എന്നാണ്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടനാട്ടെ വീട്ടിൽ. വലിയ ആഗ്രഹിച്ചു മോഹിച്ചു വാങ്ങിയ സ്ഥലവും അതിന്റെ അപ്പുറത്തെ വയലേലകളും. സൂര്യ നടൻ സൂര്യ അദ്ദേഹത്തെ കാണാൻ അവസാനമായിരുന്നു കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി കണ്ടനാട്ടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത് മലയാള സിനിമയിൽ മരിച്ച പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു താരത്തിന്റെ വീട്ടിൽ സൂര്യയെ പോലെ ഒരാൾ എത്തിയത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ വ്യക്തിബന്ധമായിരിക്കണം. ഒരുപാട് കാലം ചെന്നൈയിൽ ഉണ്ടായിരുന്നു ശ്രീനിവാസൻ. ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം യാത്ര തുടങ്ങുന്നത്. രജനീകാന്തിന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട പ്രതികരണമായിരുന്നു. ഒരു വൈകാരികമായ ഒരു പ്രതികരണം തന്നെയായിരുന്നു രജനീകാന്ത്. രജനീകാന്തും അദ്ദേഹം ഒരുമിച്ചാണ് സഹപാഠികളായിരുന്നു എന്ന വിവരം ഇന്നലെയാണ്. ശരിക്കും ആക്ടിംഗ് സ്കൂളിൽ അവർ ഒരുമിച്ചായിരുന്നു എന്ന വിവരം നമ്മൾ ഇന്നലെയാണ് അറിയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ വേദനയാണ്, തീരാനഷ്ടമാണ്. മലയാള സിനിമയ്ക്കും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അതിൽ ചിരിച്ചും ചിന്തിച്ചും അതിൽ അലിഞ്ഞിരുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്കും അതൊരു വലിയ വേദനയും വലിയ വിടവുമാണ് ശ്രീനിവാസന്റെ വിയോഗം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ മോഹൻലാൽ, നമ്മൾ പറഞ്ഞല്ലോ, മോഹൻലാൽ അദ്ദേഹത്തിന് അരികെ നിൽക്കുമ്പോൾ ദാസിനെ ഒറ്റയ്ക്കാകുന്നു എന്ന ചിന്ത നമ്മൾ വല്ലാതെ അലട്ടിയിരുന്നല്ലോ. അങ്ങനെ ഒറ്റയ്ക്കാകുന്നു എന്ന ചിന്ത വല്ലാതെ അലട്ടിയ മറ്റൊരാൾ നിശ്ചയം സത്യനന്ദിക്കാട്. ശ്രീനിവാസിനൊപ്പം സത്യനന്ദിക്കാടിനെ ചേർത്ത് വെച്ച ഒരു മാജിക്കൽ കൂട്ടുകെട്ടല്ലേ. നമുക്ക് മലയാളിക്ക് എന്താണ് തന്നത് എന്ന് നമ്മളിപ്പോഴിങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ലോക ക്ലാസിക്കുകൾ എന്ന് പറയാവുന്ന ചിത്രങ്ങൾ അവരുടെ ഒരു കൂട്ടുകെട്ടിലുണ്ടായതാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ഈ തിരക്കഥാ രചനയൊക്കെ ആയിട്ട് വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഈ തിരക്കഥ രചിക്കുന്നതിനിടയിലൊക്കെ ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരുപാട് രസകരമായ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ശ്രീനിവാസന്റെ സിനിമകളില്ലാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകാം. നമ്മൾ ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ശ്രീനിവാസന്റെ ഏതെങ്കിലും ഒരു സിനിമയുണ്ട്. അതിനപ്പുറത്തേക്ക് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളുടെ റിപ്പീറ്റ് വാല്യൂ. നമ്മളെപ്പോഴൊക്കെ ചാനൽ കാണുമ്പോഴും നമ്മളൊന്ന്
കണ്ടു നിന്നു. ഒരുപക്ഷെ 5-ാമത്തെയോ 6-ാമത്തെയോ ചിലപ്പോൾ 10-20-ാമത്തെ വട്ടമൊക്കെ ആയിരിക്കും കാണുന്നത്, എന്നാലും നമ്മളത് കണ്ടു നിന്നു പോകും. കാരണം അത്രയും ജീവിതവുമായി റിലേറ്റ് ചെയ്യാവുന്ന കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സിനിമാ ശകലങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ആ ഒരു ദുഃഖം ഘനീഭവിച്ച അവസ്ഥയിലും ഈ സിനിമാ രംഗങ്ങളുണ്ടല്ലോ, അത് നമ്മൾ അതിനിടയിൽ ചിരിപ്പിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ഇതായി തോന്നിയിരിക്കും. അതായത് നമ്മൾ അതീവമായി വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്, പക്ഷെ അദ്ദേഹം ആ അവസ്ഥയിലും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. യെസ്, അങ്ങനെ കഥാകാരന്മാർക്ക്, നടന്മാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആളുകളെ ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക, കരയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കി ദൗത്യം മനോഹരമാക്കി 69-ാമത്തെ വയസ്സിൽ ശ്രീനിവാസൻ വിട പറയുമ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ബാക്കിയാക്കിയ അനശ്വര കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ എന്നും കഥാവിശേഷനാക്കി നിർത്തും എന്നതാണ് യാഥാർത്ഥ്യം. നിതിൻ സേവ്യർ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. നിതിൻ, ഇപ്പോൾ നടൻ സൂര്യ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വരുമെന്ന് അറിയിച്ചിരുന്നു. വലിയൊരു തിരക്കൊക്കെ അവിടെ കാണുന്നുണ്ട്. അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണല്ലോ. ചെരുപ്പം നിർത്തോട്ടെ. Okay.